ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാത്സ്, അതായത് മലയാളം മീഡിയം കുട്ടികളുടെ ഗണിതത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അടുക്കളയിലെ രൂപങ്ങൾ. എല്ലാ കൂട്ടുകാരും ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ, അടുക്കളയിലെ രൂപങ്ങളല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ക്ലാസ് ടെസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓൺ എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ്. കാണാത്ത കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ക്ലാസ് ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇത് മാത്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, അതായത് ഗണിതത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഇത് കൂടാതെ നമ്മൾ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക, മറക്കാതെ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്ര ആക്ടിവിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ എത്രയുണ്ട് നമുക്ക് നോക്കിയാലോ. ടോട്ടൽ മാർക്ക് 35 മാർക്കാണ് കേട്ടോ, 35 മാർക്കാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1 എന്താണ്? കുറച്ച് രൂപങ്ങളുള്ള പാത്രങ്ങളാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ ടിക്ക് ചെയ്യുക? ഇവിടെ 3 രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളുടെ പേരെല്ലാവർക്കും അറിയാലോ അല്ലെ? എന്തൊക്കെയാണത്? ചതുരം, ത്രികോണം, വൃത്തം. അപ്പൊ ഈ രൂപത്തിലുള്ള ഇതിൽ ഏത് രൂപമാണ് ഇവിടെ കാണുന്ന പാത്രങ്ങൾ കൂടുതൽ, അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അടുത്തത് ത്രികോണ രൂപത്തിലുള്ളവയുടെ എണ്ണമാണ് എഴുതേണ്ടത്. ഇവിടെ എത്ര ത്രികോണ രൂപത്തിലുള്ള പാത്രങ്ങളുണ്ട് അത് എണ്ണിയിട്ട് എണ്ണമാണ് എഴുതേണ്ടത്. അടുത്തത് ത്രികോണമല്ല, അത് ചതുരം. അടുത്ത ത്രികോണ രൂപത്തിലുള്ളവയുടെ എണ്ണം എഴുതുക. അടുത്തത് വൃത്ത രൂപത്തിലുള്ളവയുടെ എണ്ണം എഴുതുക. അടുത്ത ചോദ്യം എന്താ? ചതുരം, ത്രികോണം, ഈ 2 രൂപവും ചേർന്നുള്ളവ ഉണ്ടോ? അതായത് ഈ 2 രൂപയും കൂടി ചേർന്ന് ഏതെങ്കിലും പാത്രം ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലെ. അപ്പൊ 2 രൂപങ്ങൾ ചേർന്ന് വരുന്ന ഒരു ചിത്രം വരയ്ക്കൂ. അതായത് ത്രികോണവും അതുപോലെ നമ്മുടെ ചതുരം ചേർന്ന് വരുന്ന ഒരു ചിത്രം എന്ത് ചെയ്യുക? ഇവിടെ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. വരച്ച് കളറൊക്കെ കൊടുക്കുക. അടുത്ത പ്രവർത്തനം വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. 2ാമത്തെ പ്രവർത്തനം, രൂപങ്ങളുടെ പേര് എഴുതുക. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താ പഠിക്കേണ്ടത്? രൂപങ്ങളുടെ പേര് പഠിക്കണം അല്ലെ. നമുക്ക് രൂപങ്ങളുടെ പേര് നമുക്ക് ഈ രൂപം കണ്ടത് ഏത് രൂപമാണ് നമുക്ക് പേര് പറയാൻ അറിയണ്ടേ, എഴുതാൻ അറിയണ്ടേ. അപ്പൊ നോക്കൂ, ഈ രൂപം ഏതാണെന്നുള്ള ആ രൂപത്തിന്റെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. അക്ഷര തെറ്റ് വരുത്താതെ എഴുതുക. അഥവാ അക്ഷര തെറ്റ് വരുത്തിയാലും സാരമില്ല, എന്ത് ചെയ്യുക? അത് ശരിയാക്കി വീണ്ടും പഠിക്കുക. ഇത് ഏത് രൂപമാണ്? അടുത്തത് 2ാമത്തെ ചിത്രം ഏത് രൂപമാണ്? 3ാമത്തെ ചിത്രം ഏത് രൂപ? നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതൊക്കെ രൂപമാണ്, ഇതിന് എത്ര വശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക. ക്ലാസ് കണ്ടതിന് ശേഷം യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് ചെയ്ത് നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ആ കമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രൂപങ്ങളുടെ പേര് ആണ് എഴുതേണ്ടത്. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്ത നമുക്ക് പ്രവർത്തനം 3 നോക്കാം. നോക്കി, വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ. 3ാമത്തെ പ്രവർത്തനം നല്ല ചന്തുലി കാണാൻ പാറ്റേൺ പൂർത്തിയാക്കുന്നതാണ് കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ ഇത്. എക്സാമിന് ഉറപ്പായിട്ടും, അതായത് ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ വളരെ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാറ്റേൺ പൂർത്തിയാക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ പാറ്റേൺ പൂർത്തിയാക്കുന്ന ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ തരും, എന്നിട്ട് അടുത്ത ചിത്രം നമ്മൾ വരയ്ക്കണം. അതാണ് പാറ്റേൺ പൂർത്തിയാക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ 1ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ? ചതുരം, വൃത്തം, ത്രികോണം, വീണ്ടും ചതുരം, വൃത്തം, ത്രികോണം. അപ്പൊ അടുത്ത് എന്ത് വരും? ചതുരം, വൃത്തം, ത്രികോണം. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഈ ചിത്രം കൊണ്ട് വരച്ചിട്ടുള്ള ഈ പാറ്റേൺ, രൂപങ്ങൾ കൊണ്ട് വരച്ചിട്ടുള്ള ഈ പാറ്റേൺ പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായില്ലേ? പാറ്റേൺ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ തെറ്റുകൂടാതെ വൃത്തിയായിട്ട് വരയ്ക്കുക. നിറം കൊടുക്കാൻ പറ്റണമെങ്കിൽ നിറവും കൊടുക്കുക, ചിത്രത്തിലുള്ള പോലെ. ഓക്കെ, അടുത്തത് 4ാമത്തെ പ്രവർത്തനം. എന്താ 4ാമത്തെ പ്രവർത്തനം? എണ്ണം എഴുതാം. എന്തിന്റെ എണ്ണം എഴുതേണ്ടത്? ഇവിടെ നോക്കൂ, ചതുരക്കട്ടകൾ ഉണ്ട്. ഇത് ലഡു ആണ് കേട്ടോ, ലഡു ആണ്. അപ്പൊ ഇവിടെ 1ാമത്തെ ചതുരക്കട്ടകൾ നോക്കുക, എത്ര ചതുരക്കട്ടകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക കേട്ടോ. എന്നിട്ട് 1ാമത്തെ ചോദ്യം ഉത്തരം എഴുതൂ. എത്ര ചതുരക്കട്ടകൾ എണ്ണി നോക്കുക, ഉത്തരം എഴുതുക. എന്നിട്ട് 2ാമത്തെ ചോദ്യം നോക്കിക്കേ, 3 ചതുരക്കട്ടകൾ കൂടി ചേർത്ത് വെച്ചാൽ ആകെ എത്ര ചതുരക്കട്ടകൾ? അപ്പൊ ഈ ചതുരക്കട്ടകളുടെ കൂടെ നിങ്ങൾ 3 എണ്ണം കൂടെ വരച്ച് ചേർക്കുക. എന്നിട്ട് എണ്ണി നോക്കൂ, എത്ര ചതുരക്കട്ടകൾ കൂടി വന്നു, മൊത്തം ഇപ്പൊ എത്ര ചതുരക്കട്ടകളായി, അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ലഡു, എത്ര ലഡു ഉണ്ടെന്ന് എണ്ണി നോക്കുക, എഴുതുക. 2 ലഡു കഴിച്ചാൽ ബാക്കി എത്ര ലഡു? ഇപ്പൊ ഇവിടെ ചോദ്യം ബാക്കി എത്രയാണ്, അതായത് ഇതിന് 2 ലഡു കഴിച്ചു, ബാക്കി എത്ര ലഡു ഉണ്ടെന്നാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ എന്തെങ്കിലും കൂട്ടിയ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് 4ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ, 5 മാർക്കാണ്. അടുത്ത 5ാമത്തെ പ്രവർത്തനം നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനമാണ്. എനിക്കറിയാം. എന്താ എനിക്കറിയാം? പ്രത്യേകതകൾ എഴുതുക. എന്തിന്റെ പ്രത്യേകതകളാണ്? രൂപങ്ങളുടെ, അതായത് ഓരോ രൂപമുണ്ട് അല്ലെ. അതായത് ചതുരമുണ്ട്, ത്രികോണമുണ്ട്, പിന്നെ ഏതാ? വൃത്തമുണ്ട്. ഈ 3 രൂപത്തിനെയും
പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉദാഹരണം നമ്മൾ ഒരു പോയിന്റ് ഒരു പ്രത്യേകത പറയാം. ചതുരത്തിന് ഒരു പ്രത്യേകത പറയൂ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതല്ലേ, പഠിച്ചതല്ലേ, നമ്മൾ മാത്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലേ, ഗണിതത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അപ്പൊ ചതുരത്തിന് 4 വശങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതേപോലെ ഏതെങ്കിലും ചതുരത്തിന്റെ 3 പ്രത്യേകതകൾ എഴുതുക. അതേപോലെ ത്രികോണത്തിന് എത്ര വശങ്ങളാണുള്ളത്? 3 വശങ്ങളുണ്ട് അല്ലേ. ത്രികോണത്തിന്റെയും 3 പ്രത്യേകതകൾ എഴുതുക. 3 പ്രത്യേകതകൾ എഴുതുക. അതേപോലെ നമ്മുടെ വൃത്തത്തിന് എത്ര വശങ്ങളുണ്ട്? വൃത്തത്തിന് വശങ്ങൾ ഉണ്ടോ? ഇല്ല. വൃത്തത്തിന് എന്തില്ല? വശങ്ങളില്ല. അത് ഓർത്ത് വെക്കുക. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. ത്രികോണത്തിന് 3 വശങ്ങൾ. 1 2 3 വശമുണ്ട്. ചതുരത്തിന് വശങ്ങളില്ല. അപ്പൊ വശങ്ങളില്ലാത്ത രൂപം ഏതാണ് ചോദിച്ചാൽ എന്താണ് ഉത്തരം വരിക? വശങ്ങളില്ലാത്ത രൂപം ഏതാ? വൃത്തം. 4 വശങ്ങളുള്ള രൂപം ഏതാ? ചതുരം. 3 വശങ്ങളുള്ള രൂപം ഏതാണ്? ത്രികോണം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് അല്ലേ. അതേപോലെ നമുക്ക് വേറെ എന്ത് എഴുതാൻ പറ്റും? നോക്കൂ, എന്താണ് നമ്മുടെ ചതുരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ചതുരത്തിന് കോണുകൾ. എത്ര കോണുകളാണുള്ളത്? കോണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂലകൾ, കോണുകൾ എന്ന് പറയും ഇതിന്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. അതേപോലെ പിന്നെന്താണ്? അതേപോലെ പ്രത്യേകതകൾ നമ്മൾ ബാക്കി പ്രത്യേകത നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടു നോക്കിയ ശേഷം പഠിച്ച ശേഷം എന്ത് ചെയ്യുക? പ്രവർത്തനം ചെയ്തു നോക്കുക. ഓക്കെ, 5 പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റിലെ 5 പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടമായില്ലേ? നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിന്റെ കുഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.